പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അതേ പ്രിയരെ, നിൻ്റെ കൂടാരത്തിൽ സന്തോഷം വെളിപ്പെടാൻ പോകുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ നേരുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശവുമായി ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരിക്കൽ കൂടെ വായിക്കുന്നു: അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രിയരെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ പൊതുനിയമ സഭയുടെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. നാം പഠിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 2-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ പത്രോസിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് വെളിപ്പെട്ട അധ്യായങ്ങളാണതെല്ലാം. പക്ഷേ 9-ാമത്തെ അധ്യായം മുതൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ആധികാരികമായി പഠിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ അധ്യായം മുതൽ പത്രോസിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഫോക്കസ് ചേഞ്ച് ചെയ്ത് പൗലൂസിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 8-ാം അധ്യായം അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരധ്യായമാണ്, ഒരു സന്ദർഭമാണ്. ഞാൻ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഈ പ്രഭാതത്തിൽ ദൈവം നിൻ്റെ കൂടാരത്തിനകത്ത് സന്തോഷകരമായ വാർത്ത വെളിപ്പെടത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുകയാണ്. നാളുകളായി കരഞ്ഞ, നാളുകളായി പ്രാർത്ഥിച്ച, ആണ്ടുകളായി വർഷങ്ങളായി ഒത്തിരി കൊതിച്ച് കാത്തിരുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ ഈ പ്രഭാതത്തിൽ നിൻ്റെ കൂടാരത്തെ വെളിപ്പെടുവാൻ ഇടവരിക തന്നെ ചെയ്യും. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്ങനെ? ഇന്ന് പകൽക്കാലം അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ കൂടാരങ്ങളിൽ സന്തോഷം വെളിപ്പെടുന്ന വഴികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വചനം ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം പറയുന്നു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ പിതാവിൻ്റെ അടുക്കൽ അറിയിച്ചിട്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ 120 പേർ, ശിഷ്യന്മാരുൾപ്പെടെ 120 പേർ മാളികമുറിയിൽ കൂടിയിരുന്നു. 120 പേർ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദൈവജനത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവർ ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടെ ദൈവസഭ വളരാൻ തുടങ്ങി. വളർച്ച കൊതിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്നെ വളർത്താൻ ശക്തനാണ്. പക്ഷേ പ്രിയരെ, നാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ വളർച്ച വെളിപ്പെടുന്ന സമയമേതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഈ പ്രഭാതത്തിൽ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നീ ഏറുമ്പോഴാണ്, ഏറ്റവും കൂടുതൽ പ്രതികൂലം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവം നിന്നെ വളർത്തുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മാനുഷിക പദ്ധതികളെല്ലാം തകരപ്പെടുമ്പോൾ, നമ്മെക്കൊണ്ടൊന്നിനും കഴിയത്തില്ലെന്ന് നമ്മിലുള്ള സ്വയം തകരുമ്പോൾ ദൈവത്തിൻ്റെ വളർച്ച നമ്മിൽ വെളിപ്പെടും. ഈ പ്രഭാതത്തിൽ ആരൊക്കെയോ ജീവിതത്തിനകത്തെല്ലാം തകർന്ന് ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, അവരെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. അങ്ങനെ പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുവരെ, ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം എൻ്റെ ദൈവം ഇന്നും വളർത്താൻ ശക്തനായ ദൈവമാണ്. വചനം പറയുന്നു,
പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവസഭ വളർന്നു വരുമ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000, മറ്റൊരു പ്രസംഗത്തിൽ 4000 ഇങ്ങനെ സ്നാനങ്ങളേറുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും യാക്കോബിലൂടെയും ശിഷ്യന്മാരിലൂടെയും ആത്മനിറവ് പ്രാപിച്ച ദൈവജനത്തിലൂടെയും കൈമാറുന്ന സമയത്ത് സഭ വളർന്നു. സഭയ്ക്കകത്ത് ചെറിയ ഭിന്നതകൾ ഉണ്ടായ സമയത്ത്, ചെറിയ തർക്കങ്ങൾ, വാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആ 7 പേരിൽ ഒരുവനാണ് ഫിലിപ്പോസ്. 7 പേരെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുമ്പോൾ, മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ, അവൻ്റെ കയ്യിൽ ദൈവമേൽപ്പിച്ച ചെറിയ ദൈവവേല, അല്ലെങ്കിൽ ചെറിയ ദൈവിക പദ്ധതി, ചെറിയ ദൈവിക ദൗത്യം അവൻ വിശ്വസ്തയോടെ ചെയ്തു. ഈ പ്രഭാതത്തിൽ പലരുടെയും മുൻപിൽ നിന്നാപാത്രമാകേണ്ടി വന്നിട്ടും ദൈവം തന്ന വേല വിശ്വസ്തയോടെ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം. വചനം പറയുന്നു, മേശമേലുള്ള ശുശ്രൂഷ ശക്തമായി ഒരു മടിയും കൂടാതെ ഫിലിപ്പോസ് ചെയ്തു വരികയാണ്. അവന് സ്വപ്നം കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഭാവി അവൻ്റെ ജീവിതത്തിൽ ദൈവം മറച്ചു വച്ചിട്ട ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് ചെറിയ ദൈവിക പദ്ധതികൾ ദൈവം തരുന്നത്. ഈ പ്രഭാതത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, നീ ഇന്ന് അനുഭവിക്കുന്ന ദൈവം കൈമാറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നീ ചെറുതെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാൻ വരട്ടെ, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ കരമുണ്ട്, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ പദ്ധതിയുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, ഫിലിപ്പോസ് മേശമേലുള്ള ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തപ്പോൾ ദൈവജനത്തിനെതിരെ 1-ാം നൂറ്റാണ്ടിൽ കൂടിയിരുന്ന പുതുനിയമവിശ്വാസികൾക്കെതിരെ അന്നത്തെ ഭരണകൂടം വലിയ ഭീകരത അഴിച്ചുവിടുമ്പോൾ, വലിയ പ്രതിസന്ധികൾ അഴിച്ചുവിടുമ്പോൾ, ശ്രദ്ധിക്കണേ, ആ പ്രതിസന്ധികളുടെ മുൻപിൽ, ആ പ്രതികൂലങ്ങളുടെ മുൻപിൽ സഭ തകർന്നെന്നല്ല വചനം പറയുന്നത്, സഭ ചിതറുന്തോറും വളർന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നിന്നോടൊരു ദൂത് കൈമാറാം. പ്രതിസന്ധി ഏറുന്തോറും വളരുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മാർഗമാണ്. നീ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലിരുന്ന് ശബ്ദം കേൾക്കാട്ടെ, ഈ പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. പ്രതികൂലമേറുന്തോറും നീ വളരും, പ്രതിസന്ധി ഏറുന്തോറും വളരും. വചനം അങ്ങനെ പറയുന്നു, സഭ ചിതറുന്തോറും വർദ്ധിച്ചു കൊണ്ടിരുന്നു. വലിയ വർധനവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ചില വേദനകൾ വരും. അത് നിന്നെ തകർക്കാനല്ല, അത് വർദ്ധിക്കാനാണ്. ആ ശക്തമേറിയ പീഡയുടെ നടുവിൽ മേശമേൽ ശുശ്രൂഷിച്ചിരുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ താൻ ആ പീഡകളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശമരിയ പട്ടണത്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ദൈവം അവൻ ഒരുക്കി വച്ചിരുന്ന ഒരു സീസണിലേക്ക് ഫിലിപ്പോസ് എത്തുകയാണ്. വചനം അങ്ങനെ പറയുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലെത്തിയതും ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പകൽക്കാലം നീ എത്തേണ്ട അടുത്ത് എത്തിയാൽ, നീ നിൽക്കേണ്ട അടുത്ത് നിന്നാൽ, ദൈവമാക്കി വച്ചിരിക്കുന്ന ദേശത്താക്കി വച്ചിരിക്കുന്ന പട്ടണത്തിൽ ദൈവിക പദ്ധതിക്കകത്ത് നീ എത്തിയാൽ, ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിന്റെ തലമുറയെ മാനിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇന്നും ചില പ്രതിസന്ധികൾക്കകത്ത് ഉഴഞ്ഞ് സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതമെല്ലാം തകർന്ന് ഏതൊക്കെ കോണിൽ, ഏതൊക്കെ മുറിക്കകത്തൊതുങ്ങാൻ കാരണം നാം ദൈവം ആഗ്രഹിച്ചെടുത്തെത്തിയില്ല, നമ്മൾ ദൈവം ആഗ്രഹിച്ച പദ്ധതിക്കകത്ത് വന്നില്ല. നമ്മൾ ഏതോ സ്വയത്തിനകത്ത് പോയി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ബന്ധുമിത്രാദികൾ പറഞ്ഞതിനനുസരിച്ച്, നമ്മുടെ കൂട്ടുകാരുടെ വാക്ക് കേട്ട് നമ്മൾ എവിടെയൊക്കെ വ്യതിചലിച്ചു പോയി. പക്ഷേ ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായിരുന്നവൻ മേശമേലുള്ള ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ ചിതറിയിട്ടാണെങ്കിലും എത്തേണ്ട പട്ടണത്തിൽ അവൻ എത്തി. വചനം ഇങ്ങനെ പറയുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലെത്തിയപ്പോൾ ശമരിയയിൽ വലിയ ഉണർവുണ്ടായി. ശമരിയയിൽ വലിയ ഉണർവുണ്ടായി. ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം.
നീ എത്തേണ്ടടുത്തെത്തിയാൽ, നിന്റെ കുടുംബം എത്തേണ്ടടുത്തെത്തിയാൽ, നിന്റെ തലമുറ എത്തേണ്ടടുത്തെത്തിയാൽ, ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നീ എത്തിയാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ആരും കൈവയ്ക്കണ്ട, ആരും നിനക്ക് വേണ്ടി ദൂത് പറയണ്ട. മണിക്കൂറുകൾ നീ കരഞ്ഞില്ലേലും, മണിക്കൂറുകൾ നീ ഉപവസിച്ചില്ലേലും, എത്തേണ്ടടുത്തെത്തിയാൽ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ദൈവദാസന്മാരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആക്കി വച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്, ആക്കി വച്ചിരിക്കുന്ന ഒരു പട്ടണമുണ്ട്. അവിടെ നിങ്ങൾ എത്തിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രിയരെ, വചനം പറയുന്നു, ശമരിയിൽ വലിയ ഉണർവുണ്ടായി. അത്ഭുത രോഗശാന്തി, ഭൂതശാന്തി, വലിയ വീര്യപ്രവർത്തികൾ ശമരിയ പട്ടണത്തിനകത്ത് സംഭവിച്ചു. ദൈവത്തെ അനേക ജാതികൾ അറിഞ്ഞു. ദൈവത്തെ അനേക ജാതികൾ അറിഞ്ഞു. അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട്. അശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദുരാത്മാവിനെ സേവിച്ചിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഗ്രന്ഥങ്ങൾ പോലും ഫിലിപ്പോസിൻ്റെ മുൻപിൽ കൊണ്ടുവച്ച് ദൈവസഭയോട് ചേർന്നു. മഹതി എന്ന ശക്തിയെ ആവസിച്ച് അതിനെ കൊണ്ട് ഉപജീവനം ചെയ്തിരുന്ന മനുഷ്യൻ പോലും മാനസാന്തരപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വലിയ ഉണർവുണ്ടായി. ഈ പ്രഭാതത്തിൽ ഞാൻ നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി ആത്മാവിലൊരു ദൂത് കൈമാറാം. നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ പോലും, നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നവർ പോലും ദൈവത്തെ അറിയുന്നൊരു സീസൺ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം തുറക്കും. ഇന്നലെ വരെ നിനക്കെതിരെ നിന്നവർ നിന്റെ മുൻപിൽ മുട്ടുകുത്തത്തക്ക രീതിയിൽ, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവത്തിൻ്റെ സീസണ് ദൈവം തുറക്കും. അങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ പട്ടണത്തിൽ ആമേ സന്തോഷമുണ്ടായതുപോലെ, അതിനു മുമ്പ് ഒരു പദമുണ്ട്, അങ്ങനെ എങ്ങനെ ഫിലിപ്പോസ് പട്ടണത്തിലെത്തിയത് മുതൽ ദൈവ പരിശുദ്ധാത്മാവ് അവനിലൂടെ ചെയ്ത ദൈവപ്രവർത്തികൾ മുഖാന്തരം ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിലൊരു ദൂത് കൈമാറാം. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരുമ്പോൾ, നിന്നെ ശക്തമായി മിനിസ്ട്രിയിൽ ഉപയോഗിക്കുമ്പോൾ, നിന്റെ തലമുറകളുടെ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലൊരു മൈക്രോഫോണായി നീ മാറുമ്പോൾ, അങ്ങനെ നീ ചെയ്യുമ്പോൾ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടാകത്തക്ക രീതിയിൽ നിന്റെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷമുണ്ടാകും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? തകർന്ന നിന്റെ കൂടാരത്തിനകത്ത് സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്. തകർന്നെന്ന് നീ പറയുന്ന നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് വലിയ സന്തോഷമുണ്ടാകാൻ പോകുകയാണ്. തീർന്നെന്ന് ലോകം വിധി എഴുതിയ നിന്റെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പ്രവർത്തിക്കാൻ പോകുക. നിന്റെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം സംഭവിക്കാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് കൈമാറാം. അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായതുപോലെ ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനും വലിയ സന്തോഷമുണ്ടാകുന്നു. നിന്റെ സഭയ്ക്കകത്ത് വലിയ സന്തോഷമുണ്ടാകുന്നു. നിന്റെ ഭാവിക്കകത്ത് നിന്റെ വലിയ സന്തോഷമുണ്ടാകുന്നു. നിന്റെ ഉപജീവന മേഖലയ്ക്കകത്ത് വലിയ സന്തോഷമുണ്ടാകുന്നു. യെസ്, അതങ്ങനെ സംഭവിക്കാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഏത് സാഹചര്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും ഒരു വാക്കെൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്കെൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിൻ്റെ കൂടാരത്തിൽ സംഭവിക്കും. എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പലപ്പോഴും ഞാൻ അവിശ്വസ്തനായിരുന്നു, അല്പത്തിൽ ഞാൻ വിശ്വസ്തനാകാൻ കഴിഞ്ഞില്ല. ഈ പകൽക്കാലം അങ്ങ് നൽകുന്ന ദൈവിക പദ്ധതിക്കകത്ത് വിശ്വസ്തനാകാമെന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ഈ പകൽക്കാലം ദൈവം ചില പദ്ധതിക്കകത്തേക്ക് നിന്നെ തള്ളിവിടും. ദൈവിക നീതി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇതുവരെ കാണാത്ത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. ഇതുവരെ നടത്താത്ത വഴികളിലൂടെ നിന്നെ നടത്തും. എന്തുകൊണ്ട്? നിന്റെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടുത്തുക. ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാണ്. സ്വർഗമേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ഞങ്ങൾ കേട്ടതുപോലെ
ഈ പ്രഭാതം അവരുടെ ജീവിതത്തിനകത്ത് സന്തോഷം വെളിപ്പെടുന്ന പകലായി മാറട്ടെ. ഇന്നലകൾ കണ്ണുനീരോടെ കരഞ്ഞ മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം സംഭവിക്കുമ്പോൾ ഫിലിപ്പോസിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ആ പട്ടണത്തെ, ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ചതുപോലെ ഇന്ന് പകൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അവരുടെ കൂടാരത്തെ, അവരുടെ ഓഫീസിനെ, അവരുടെ ബിസിനസ്സിനെ, അവരുടെ ഉപജീവന മേഖലയെ, അവരുടെ ഭാവി മണ്ഡലയെ, അവരുടെ കുടുംബ ജീവിതത്തെ വലിയ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരത്തക്ക ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടട്ടെ. കരയുന്നവർ ഈ പകൽക്കാലം ചിരിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽക്കാലം അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായതുപോലെ നിൻ്റെ ജീവിതത്തിലും സന്തോഷം വെളിപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാം. പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാൻ കഴിയുമോ? ഹോളി സ്പിരിറ്റ്, ലീഡ് മീ ടുഡേ. God bless you. Amen.